പ്രിയപ്പെട്ടവരെയും, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒരുപാട് കുടുംബങ്ങളെ നാം കണ്ടുമുട്ടുന്നു. ചില കുടുംബങ്ങളുടെ പ്രത്യേകത എന്താ? ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്ന ഭവനങ്ങളാണ്. ചില കുടുംബങ്ങളുടെ പ്രത്യേകത ദൈവത്തെ കുടിയൊഴിപ്പിച്ചിരിക്കുന്ന ഭവനങ്ങളാണ്. ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ചിന്തിക്കണം, എൻ്റെ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണ്? ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്ന ഭവനമാണോ, അതോ ദൈവത്തെ കുടിയൊഴിപ്പിച്ചിരിക്കുന്ന ഭവനമാണോ? ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം കാണുന്നു, ആദ്യ മാതാപിതാക്കളെ ദൈവം അർപ്പിച്ചു ഏദൻ തോട്ടത്തിൽ. അവർക്ക് ദൈവം കൊടുത്ത അനുഭവത്തെ വിളിച്ചു പറുദീസ അനുഭവമെന്ന്. ഈ ആദ്യ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം കൊടുത്തതാണോ ഈ പറുദീസ അനുഭവം? അല്ല പ്രിയപ്പെട്ടവരെ, ഇന്നോളം ജീവിക്കുന്ന മനുഷ്യവംശത്തിന് മുഴുവൻ നൽകുവാൻ വേണ്ടിയിട്ട് ദൈവം ഈ പറുദീസ അനുഭവം നൽകിയത്. എന്നാൽ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ പറുദീസയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ദൈവത്തിന്റെ കൂടെ നടന്ന കുടുംബ ആദ്യ മാതാപിതാക്കൾ ആദവും ഹവ്വായും. സായാഹ്നങ്ങളിൽ ദൈവത്തിന്റെ കരം പിടിച്ചുകൊണ്ട് അവർ ഉലാത്തിയിരുന്നു. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവം സ്വരം കേട്ടിരുന്നു, മക്കളെ എന്ന് വിളിച്ചിരുന്നു. അത്രമാത്രം ദൈവമായൊരു ബന്ധമുണ്ടായിരുന്ന കുടുംബമായിരുന്നു ആദ്യ മാതാപിതാക്കളുടേത്. എന്നാൽ അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുക. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വചനത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ, അടിയന്റെ കുടുംബം അങ്ങയുടെ തിരുസന്നിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുവാൻ അവിടെ തിരുവുള്ളമാകണമേ എന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും മറ്റൊന്നും ആഗ്രഹിക്കേണ്ട. ദൈവമേ, നിന്റെ കൂടെയായിരിക്കാൻ, എൻ്റെ കുടുംബം നിന്റെ കൂടെയായിരിക്കുവാൻ അവിടെ തിരുവുള്ളമാകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി. എന്നാ പ്രിയപ്പെട്ടവരെ, ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു, ഏദൻ തോട്ടത്തിൽ പുറത്താക്കപ്പെട്ടു. പിന്നീട് കാണാൻ സാധിക്കും, ഈ ആദ്യ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ പറുദീസ അനുഭവം കിട്ടുന്നതിന് വേണ്ടി എത്ര തലമുറകളിലൂടെ കടന്നു പോകണ്ടേ എന്ന് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ തിരുവചനം കാണാൻ സാധിക്കും. യേശുവിന്റെ വംശാവലി അവിടെ നാം കാണുക 42 തലമുറകളിലൂടെ കടന്നുപോയി. 42 തലമുറകളുടെ അവസാനം നാം വായിക്കുന്നുണ്ട്, മറിയത്തിന് പുത്രനായി യേശു ജനിച്ചു എന്ന്. കണ്ടോ പ്രിയപ്പെട്ടവരെ, ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് വീണ്ടും ആ രക്ഷ കുടുംബത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി 42 തലമുറകളിലൂടെ കടന്നുപോയി എങ്കിൽ ഞാനും നിങ്ങളുമെല്ലാം തിരിച്ചറിയണം പാപത്തിന്റെ ഗൗരവം. ഞാൻ ചെയ്യുന്ന പാപത്തിന് പേഴ്സണൽ ഡൈമെൻഷൻ ഉണ്ട്, ഞാൻ ചെയ്യുന്ന പാപത്തിന് സോഷ്യൽ ഡൈമെൻഷൻ ഉണ്ട്. എന്നിലേക്ക് ഒഴുകേണ്ട ദൈവത്തിന്റെ അനുഗ്രഹം, എൻ്റെ കുടുംബത്തിലേക്ക് ഒഴുകേണ്ട ദൈവത്തിന്റെ അനുഗ്രഹം, എൻ്റെ തറവാട്ടിലേക്ക് ഒഴുകേണ്ട ദൈവത്തിന്റെ അനുഗ്രഹം ഞാൻ പാപം ചെയ്യുമ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു പോകും. വലതുകരം ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്നാ പ്രിയപ്പെട്ടവരെ, വചനത്തിൽ നാം കാണുക, ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്ന ഭവനങ്ങളെ കുറിച്ച് വചനത്തിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്. എത്രയോ കുടുംബങ്ങളിലാണ് ദൈവത്തെ അവിടെ കുടിയിരുത്തിയിരിക്കുന്നത്. അബ്രാഹത്തിന്റെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ദൂതനെ വിളിച്ചു. ദൈവത്തിന്റെ ദൂതൻ ആ കുടുംബത്തിലേക്ക് വന്നു. അബ്രാഹത്തിന്റെ കുടുംബത്തിന് എന്തായിരുന്നു ആവശ്യം? അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എന്നുള്ളത്. എന്നാൽ ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്നു. ആ കുടുംബത്തിന് കുഞ്ഞിനെ നൽകി അവിടുന്ന് അനുഗ്രഹിക്കുന്നു. വീണ്ടും പഴയ നിയമത്തിൽ നാം കാണുക, ജോബിന്റെ കുടുംബം. ആ കുടുംബത്തിന് ആവശ്യം എന്തായിരുന്നു? ആ കുടുംബത്തിന് ആവശ്യം സമ്പത്തായിരുന്നു. ഇതാ ദൈവത്തിന്റെ ദൂതൻ ആ കുടുംബത്തിലേക്ക് വരുന്നു. ദൈവത്തിന്റെ ദൂതനെ ആ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നു. ആ കുടുംബത്തിന് സമ്പത്ത് നൽകുന്നു. വീണ്ടും നമ്മൾ കാണുക, തോബിത്തിന്റെ കുടുംബം. ആ കുടുംബത്തിന് ആവശ്യം എന്തായിരുന്നു? രോഗശാന്തിയായിരുന്നു ആ കുടുംബത്തിലേക്ക് ആവശ്യം. ദൈവത്തിന്റെ ദൂതൻ ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. ആ കുടുംബത്തിന് രോഗശാന്തി നൽകി അവിടെ അനുഗ്രഹിക്കുക. കണ്ടോ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ നാം കാണുകയാണ്, ദൈവത്തിന്റെ ദൂതൻ ഏതെല്ലാം ഭവനങ്ങളിലേക്ക് കടന്നു എന്നോ ആ കുടുംബത്തിന്റെ എല്ലാം കുറവുകൾ നിറവുകളായി മാറി. അബ്രാഹത്തിന് കുഞ്ഞിനെ നൽകി, ജോബിന് സമ്പത്ത് നൽകി, തോബിത്തിന് രോഗശാന്തി നൽകി. കണ്ടോ പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു വരുന്നു. ആ കുടുംബത്തിന്റെ കുറവ് നിറവായി മാറിയ. എന്നാൽ പുതിയ നിയമത്തിൽ നാം കാണുക, കുടുംബങ്ങളെയെല്ലാം ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയാണ് കർത്താവ് യേശുമിശിഹാ. ഒന്ന് പറഞ്ഞേ,
കുടുംബങ്ങളെയെല്ലാം ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയാണ് കർത്താവ് യേശുമിശിഹ. എന്റെ കുടുംബത്തെ എന്റെ കർത്താവ് സ്നേഹിക്കുന്നു. എന്റെ കുടുംബത്തെ എന്റെ കർത്താവ് സ്നേഹിക്കുന്നു. ബോധ്യമുള്ളവരൊന്ന് വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതിയ നിയമത്തെ നാം കാണുക, കുടുംബങ്ങളെയെല്ലാം ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയെ കർത്താവ് യേശുമിശിഹ. കർത്താവ് യേശുമിശിഹ ഏതെല്ലാം ഭവനങ്ങളിലേക്ക് കടന്നു എന്നു, യേശു ആ കുടുംബത്തിലേക്ക് കടന്നു എന്നു. എന്താ കുടുംബത്തിൽ സംഭവിച്ചത്? നമ്മൾ ആരും കടന്നു ചെല്ലുന്ന പോലെയല്ല, കർത്താവ് യേശുമിശിഹ ആ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോ ആ കുടുംബത്തിന്റെ കുറവുകൾ മുഴുവൻ നിറവുകളായി മാറുന്നതായി നാം കാണുക. ഇതാ യേശു കടന്നു ചെന്ന കുടുംബം എലിസബത്തിന്റെ ഭവനം. ആ കുടുംബത്തിന് ആവശ്യം എന്തായിരുന്നു? മറിയത്തിന്റെ ഉദരത്തിലായിരുന്നു കൊണ്ട് യേശു എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ആ കുടുംബത്തിലേക്ക് മറിയവും യേശുവും കടന്നു ചെന്നപ്പോ ആ കുടുംബത്തിന് എന്താ ലഭിച്ചേ? ഒന്ന് ഉറക്കിയത് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഇതാ മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിലായിരുന്ന ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി. ആ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിച്ചു. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ് ഖാനായിലെ കുടുംബം. ആ കുടുംബത്തിന് പ്രത്യേകത എന്താ? ആ കുടുംബത്തിന് അവരെ വിവാഹം നടക്കുക, ആഘോഷമായി വിവാഹം നടക്കുക. ആ കുടുംബത്തിന് ഈ വിവാഹം നടക്കുമ്പോൾ അതിന് ഇൻവിറ്റേഷൻ ആർക്കും പോയിട്ടുണ്ടായിരുന്നു? യേശുവിനും പോയിട്ടുണ്ടായിരുന്നു, മാതാവിനും പോയിട്ടുണ്ടായിരുന്നു. ഏതായാലും വിവാഹത്തിന് ക്ഷണിച്ചതല്ലേ യേശുവും മാതാവും ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലുക. ആ കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തെ വല്ലാത്തൊരു അപമാനത്തിലേക്കും വലിയൊരു മാനക്കേടിലേക്കും കുടുംബം വീടാൻ പോവുക. കാരണം അവർക്ക് വീഞ്ഞ് തീർന്നു പോയി. ആ സമയത്ത് മറിയം പറയുന്നുണ്ട്, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് വീഞ്ഞില്ല. എന്നാൽ യേശു പറയുക, 6 കൽഭരണികളുണ്ട്, 6 കൽഭരണികൾ വക്കോളം നിറച്ച് എന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയോ. ഈ 6 കൽഭരണികൾ വക്കോളം നിറച്ച് അവന്റെ മുമ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോ യേശു ഉണ്ടല്ലോ ആ 6 കൽഭരണികൾ ആസ്വദിച്ചു. എന്താ സംഭവിച്ച്? വെറും പച്ചവെള്ളം വീഞ്ഞായി മാറി. ആ കുടുംബത്തിന്റെ ആവശ്യം എന്തായിരുന്നു? ആ കുടുംബത്തിന്റെ പച്ചവെള്ളത്തിന്റെ അവസ്ഥയെ വീഞ്ഞാക്കി മാറ്റുക. ഒരു പുതിയ വീഞ്ഞ കുടുംബത്തിൽ ലഭിക്കുക, ഒരു പുതിയ അഭിഷേകം ആ കുടുംബത്തിൽ ലഭിക്കുക. അതായിരുന്നു ആ കുടുംബത്തിന്റെ ആവശ്യം. ഇന്ന് ദിവ്യകാരുണ്യ സൗഖ്യാരാധനയെ പങ്കെടുക്കുന്ന മക്കളെ, എനിക്കും കർത്താവിന്റെ സന്നിധിയിൽ കൊടുക്കാനുള്ളത് എന്താ? കർത്താവേ, ഞങ്ങൾ വക്കോളം നിറച്ചു. ഇനി കർത്താവോട് പറയും, കർത്താവേ, വക്കോളം നിറച്ച എന്റെ ജീവിതത്തിന്റെ ഈ കൽഭരണി ഒന്ന് ആസ്വദിച്ചേ. കർത്താവ് ആസ്വദിക്കാതെ പോകുമോ മക്കളെ? കർത്താവ് ആസ്വദിക്കാതെ പോകുമോ? പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്നറിയോ? ബഹുമാനപ്പെട്ട കാനഡച്ച് നിങ്ങളോട് പറഞ്ഞു, 33 ദിവസം തുടർച്ചയായി ദിവ്യകാരുണ്യ സൗഖ്യാരാധനയെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാം. പല വ്യക്തികൾ എന്താ ചെയ്യുന്നേ? പല വ്യക്തികളും 33 ദിവസം ഈ കൽഭരണിയിൽ വെള്ളം നിറച്ചിട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ ബഹുമാനപ്പെട്ട കാനഡച്ചൻ ഈ ദിവ്യകാരുണ്യ സൗഖ്യാരാധനയിലൂടെ ഈ മക്കളോട് അവിടുന്ന് ആവശ്യപ്പെട്ടെ. എന്നാൽ ചില വ്യക്തികൾ 15 ദിവസം പങ്കെടുത്തു. അതിനുശേഷം പറഞ്ഞു, കർത്താവേ, നീയൊന്ന് ഇനി ഇതൊന്ന് ആശീർവദിച്ചേ, എനിക്കൊന്ന് IELTS ഒന്ന് പാസ്സാവണം, OET പാസ്സാവണം. 33 ദിവസമൊക്കെ എന്തൊരു ഭാരാ. പല വ്യക്തികളുടെ അവസ്ഥ ഇതാ, പല വ്യക്തികളുടെ അവസ്ഥ ഇതാ. 33 ദിവസം എന്ന് പറയുമ്പോൾ നീ വിശ്വാസത്തോടുകൂടെ 33 ദിവസം ഈ ദിവ്യകാരുണ്യ സൗഖ്യാരാധനയെ പങ്കെടുത്ത്, കർത്താവേ, ഞാൻ വക്കോളം നിറച്ചിട്ടുണ്ട്. പല ആൾക്കാരും എന്താ പ്രശ്നം? 3/4 ഭാഗം നിറച്ചിട്ടുള്ളൂ. ചില വ്യക്തികളുടെ കൽഭരണികളൊക്കെ അരഭാഗം നിറച്ചിട്ടുള്ളൂ. എന്നിട്ട് കർത്താവ് ആസ്വദി, കർത്താവ് ആസ്വദി, കർത്താവ് ആസ്വദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വസ്ത്രം പിടിച്ചുകൊണ്ടിരിക്കുക. എന്നാ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുക, വക്കോളം നിറച്ച് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. നമ്മളൊന്നും ചോർന്നു പോകാതെ വക്കോളം നിറച്ചു വെച്ചേക്കുക. വിശുദ്ധ കുർബാന, നമ്മുടെ വിശുദ്ധമായ ജീവിതം, നമ്മുടെ ജപമാല പ്രാർത്ഥനകൾ, ദിവ്യകാരുണ്യ സൗഖ്യാരാധന എല്ലാം കൊണ്ടും ആ കൽഭരണികൾ മുഴുവൻ നിറച്ച കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന്, കർത്താവേ, ഒന്ന് ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ ആസ്വദിക്കാതെ അനുഗ്രഹിക്കാതെ വിടില്ല എന്ന് ഓരോ മക്കളും തിരിച്ചറിഞ്ഞു. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഖാനായിലെ കുടുംബത്തിലേക്ക് യേശു കടന്നു ചെല്ലുക.
ആ കുടുംബത്തിന്റെ കുറവില യേശു കടന്നു ചെന്നപ്പോ സംഭവിച്ചെന്താ? ആ കുടുംബത്തിന്റെ കുറവ് നിറവായി മാറി. ആ കുടുംബത്തിലേക്ക് പുതുവീഞ്ഞിന്റെ അനുഭവം ഉണ്ടാവുക. ഇന്ന് നീ തിരിച്ചറിഞ്ഞോ, കർത്താവിനെ വിളിച്ചോ, ഒരുപക്ഷെ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ തന്നെയാ ഈ വീഞ്ഞിന്റെ ലഹരി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ, സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ, സന്തോഷം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ. ഇനി ഒരു രക്ഷയില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കാനായിലെ കുടുംബത്തിലേക്ക് വന്ന കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് വരും. കർത്താവിനെ വിളിക്കണം. കർത്താവ് ഈ വക്കോളം നിറച്ചിട്ട് കർത്താവിനെ വിളിച്ചോ, കർത്താവ് നിനക്ക് പുതുവീഞ്ഞിന്റെ അനുഭവം നൽകി നിന്നെ അവിടെ നിന്ന് അനുഗ്രഹിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും കർത്താവ് ശംശ കടന്നു ചെന്ന അടുത്ത കുടുംബമാണ് പ്രിയപ്പെട്ടവരെ പത്രോസിന്റെ കുടുംബം. പത്രോസിന്റെ കുടുംബത്തിൽ നമ്മൾ കാണുക, അമ്മായിമ്മ പനി ബാധിച്ച് കിടക്കുകയായിരുന്നു. പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് എന്ത് പനിയായിരുന്നു? പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് എന്ത് പനിയായിരുന്നു? എന്ത് പനിയായിരുന്നു? എന്ത് പനിയായിരുന്നു പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക്? ചിക്കൻ ഗുനിയ. എന്ത് പനിയായിക്കൊള്ളട്ടെ, ഈ പനിയെ യേശു എന്ത് ചെയ്തു എന്നാണ് വചനത്തെ പറയുന്നത്? പനിയെ ശാസിച്ചു. ഈ ശാസിച്ചു എന്ന് പറയുമ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ പറയാ, യേശു ശാസിച്ചു. അതെന്തോ തിന്മയുടെ ശക്തിയാ. അതാണ് യേശു അവിടെ ശാസിച്ചു എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ തിരിച്ചറിയട്ടെ, ഈ കുടുംബത്തിലേക്ക് യേശു കടന്നു ചെല്ലിയ ഈ പനി ബാധിച്ച് കിടക്കുന്ന അമ്മായിയുടെ പനി യേശു അങ്ങോട്ട് ശാസിച്ചു. ആ പനി അവളെ വിട്ടുപോയി എന്നുള്ളതാ. കണ്ടോ പ്രിയപ്പെട്ടവർ, യേശു ആ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. ആ കുടുംബത്തിന് ആവശ്യം പനി മാറുക എന്നുള്ള യേശു അവിടെ സൗഖ്യം നൽകി. യേശു കടന്നു എന്ന മറ്റൊരു കുടുംബമായിരുന്നു സക്കേവൂസിന്റെ കുടുംബം. ഈ സക്കേവൂസിന്റെ കുടുംബത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, 100 പവന്റെ സ്വർണ്ണമുണ്ട്, അതുപോലെ ഒരുപാട് ബാങ്ക് ബാലൻസ് ഉണ്ട്. എല്ലാ സക്കേവൂസിന്റെ കുടുംബത്തിലുണ്ട്. എന്നാൽ സക്കേവൂസിന്റെ കുടുംബത്തിന് എന്താ കുറവുണ്ടായിരുന്നേ? എന്താ കുറവുണ്ടായിരുന്നേ? യേശു ആ കുടുംബത്തിലേക്ക് ഇടന്നു ചെന്നു. വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, മക്കള് ഒരാള് കാനഡയിലും പോയിട്ടുണ്ട്, ഒരാൾ അയർലൻഡിൽ പോയിട്ടുണ്ട് സക്കേവൂസിന്. എന്നാൽ സക്കേവൂസ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒന്നിന്റെ കുറവില്ല. എന്നാൽ യേശു ആ കുടുംബത്തിലേക്ക് ഇടന്നു ചെന്ന് ആ കുടുംബത്തിന്റെ കുറവ് നിറവാക്കി മാറ്റിയ ആ കുടുംബത്തിന് എന്തിന്റെ കുറവുണ്ടായിരുന്നേ? യേശു എന്ന് എന്താ പറഞ്ഞ് സക്കേവൂസിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ കുടുംബത്തിന് വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ട്, മക്കളെ മുഴുവൻ വിദേശത്ത്. നമ്മൾ വിചാരിക്കുന്നുണ്ട് എല്ലായി എന്ന്. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്ന 90% പേര് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുക, കർത്താവേ എൻ്റെ മോൾ എങ്ങനെയെങ്കിലും ഒന്ന് UK-ലെത്തി എല്ലായി എന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാ പ്രിയപ്പെട്ടവരെ, നീ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെന്നു. ആ കുടുംബത്തിന്റെ ആവശ്യം എന്തായിരുന്നു? രക്ഷയില്ല. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം ആ കുടുംബത്തിന് രക്ഷയാണ് നൽകിയത്. കണ്ടോ പ്രിയപ്പെട്ടവരെ, യേശു ആ കുടുംബത്തിലേക്ക് ഇടന്നു ചെന്നു. ആ കുടുംബത്തിന്റെ കുറവ് നിറവായി മാറിയ. ഇതേപോലെ യേശു കടന്നു ചെന്ന കുടുംബം ലാസറിന്റെ കുടുംബം. മരിച്ചു കിടക്കുന്ന ലാസർ. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം ആ കുടുംബത്തിന് എന്തായി മാറി പ്രിയപ്പെട്ടവരെ? ജീവനായി ലാസർ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. കണ്ടോ, ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, കർത്താവേ നീ എൻ്റെ കുടുംബത്തിലേക്ക് വരണേ. ഇന്ന് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കാരണം എന്താണെന്നറിയോ? എൻ്റെ കുടുംബത്തിൽ നിന്ന് കർത്താവ് യേശു ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. ദിവ്യക്കാരുടെ സൗഖ്യാരാധന എല്ലാ ദിനവും വൈകുന്നേരം 6 മുതൽ 8 വരെ ഓരോ മക്കളും ഓൺലൈനിലൂടെ പങ്കെടുക്കുമ്പോൾ, ജെറുസലേം വസ്ത്രകൂടാരത്തിൽ വന്ന് ഈ ആരാധനയെ പങ്കെടുക്കുമ്പോൾ നീ എന്താ ആഗ്രഹിക്കേണ്ടതെന്നറിയോ? കർത്താവേ നീ എൻ്റെ കുടുംബത്തിൽ കുടിയിരിക്കണമേ, നീ എൻ്റെ കുടുംബത്തിൽ വസിക്കണമേ. എൻ്റെ ഈശോയെ നിന്റെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ട് എൻ്റെ കുടുംബം നിറയട്ടെ എന്ന്. എന്നാൽ എപ്പോഴാ എൻ്റെ കുടുംബത്തിന്റെ പ്രശ്നം എന്നറിയോ? എൻ്റെ കുടുംബത്തിൽ നിന്ന് യേശു നഷ്ടപ്പെട്ടു പോകുമ്പോഴാ എൻ്റെ കുടുംബത്തിൽ ദുരിതങ്ങൾ ഉണ്ടാവുക, എൻ്റെ കുടുംബത്തിൽ ഈ പാപത്തിന്റെ ബന്ധനങ്ങളൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സാന്നിധ്യം ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട്.
അവിടെ കുറവുകൾ മുഴുവൻ നിറവുകളായി മാറി. എലിസബത്തിന്റെ ഭവനത്തിന് പരിശുദ്ധാത്മാവിനെ നൽകി, സക്കേവൂസിന്റെ ഭവനത്തിന് രക്ഷ നൽകി, കാനായിലെ കുടുംബത്തിന് പുതുവീന്റെ അനുഭവം നൽകി, ലാസറിന്റെ കുടുംബത്തിൽ മരണത്തിൽ ജീവനിലേക്ക് ഉയർപ്പിച്ചു, പത്രോസിന്റെ കുടുംബത്തിലെ പനിയെ അവിടെ ശാസിച്ചു. നിന്റെ കുടുംബത്തിന് ശാസിക്കേണ്ട മേഖലകളില്ലേ? ഒരുപക്ഷെ മദ്യപാനത്തിന് പിടിയിൽ അമർന്നിരിക്കുന്ന കുടുംബം, മയക്കുമരുന്നിന് പിടിയിൽ അമർന്നിരിക്കുന്ന കുടുംബം, പൈശാചിക ബന്ധനങ്ങളുടെ പിടിയിൽ അമർന്നിരിക്കുന്ന കുടുംബം, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയ, സമാധാനമില്ലാത്ത അവസ്ഥയ. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, നിന്റെ കർത്താവിനെ നിന്റെ കുടുംബത്തിലേക്ക് വിളിക്കുക. വചനം പറയുന്നു, വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനം. വെളിപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുവചനം നമുക്ക് എടുക്കാം. അവിടെ കർത്താവ് ഇന്ന് ഈ സമൂഹത്തോട് സംസാരിക്കുന്നു. നമുക്ക് വചനം വായിക്കാം. വെളിപ്പാട് 3:20. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ് ഒന്ന് വചനം ഒരുമിച്ച് വായിച്ച് ഏറ്റവും വായിക്കുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പറയാ, ഇതാ ഞാൻ വാതിലെ മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുക്കിലേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇന്ന് ഈ ദിവ്യകാരുടെ സൗഖ്യാരാധന സമയത്ത് ഈ മക്കളോട് കർത്താവ് പറയുന്ന സന്ദേശം ഇതാണ്. ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിലെ മുട്ടുന്നു, നിന്റെ ഭവനത്തിന്റെ വാതിൽ മുട്ടുന്നു. എനിക്ക് വേണ്ടി ഈ ഭവനത്തിന്റെ വാതിൽ തുറന്നു തരിക, നിന്റെ മുറികൾ എനിക്ക് വേണ്ടി തുറന്നു തരിക. നിന്റെ ഭവനത്തിലേക്ക് ഞാൻ വരുന്നു, നിന്റെ കുടുംബത്തിലേക്ക് വരുന്നു. നിന്റെ കുടുംബത്തിൽ ഏതൊക്കെ കുറവുകളുണ്ടോ, യേശുവിന്റെ സാന്നിധ്യം കുടുംബത്തിന്റെ കുറവുകളെ നിറവുകളാക്കാൻ സാധിച്ചുവെങ്കിൽ നീ വിളിക്കണം വിശ്വാസപൂർവ്വം, കർത്താവേ നീ എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. കടബാധ്യയിൽ വലയുന്ന കുടുംബമാണെങ്കിൽ ഇന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ് സർവസമ്പത്തിന്റെ ഉടമയ കർത്താവ് എൻ്റെ കുടുംബത്തിലേക്ക് വന്ന എൻ്റെ കുടുംബത്തിന്റെ കടബാധ്യമേൽ കർത്താവിന്റെ ശക്തി അവിടെ ആവസിച്ച എൻ്റെ കടബാധ്യം മാറിത്തരും. രോഗികളായ മക്കൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കണം. ഇതാ കർത്താവ് പത്രോസിന്റെ അമ്മായിയുടെ പനിയെ അവിടെ ശാസിച്ച് സൗഖ്യപ്പെടുത്തിയതുപോലെ രോഗപീഠകളുടെ മേൽ കർത്താവേ ഈ സമയം എൻ്റെ കുടുംബത്തിലേക്ക് വരണമേ. കർത്താവേ എന്നെ ഒന്ന് തൊഴണമേ. രോഗിയായ വ്യക്തികളിലേക്ക് നിന്റെ സൗഖ്യം വ്യാപരിക്കട്ടെ. സമാധാനമില്ലാത്ത കുടുംബമാണ് ഇന്ന് ഈ ആരാധനയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നീ വിളിച്ച് പ്രാർത്ഥിക്കണം. കാനായിലെ കുടുംബത്തിലേക്ക് യേശു കടന്നു വന്ന് പച്ചവെള്ളത്തെ അവിടുന്ന് മുന്തിരിച്ചാറാക്കി മാറ്റിയതുപോലെ, പുതുവീഞ്ഞിന്റെ അനുഭവം നൽകിയതുപോലെ കർത്താവേ എൻ്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു, രക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയ, സ്നേഹം മരവിച്ചു പോയിരിക്കുന്ന അവസ്ഥയ. കർത്താവേ നീ എൻ്റെ കുടുംബത്തിന്റെ ഈ അവസ്ഥയിലേക്ക് കടന്നു വരണമേ. ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയ സ്നേഹം, നഷ്ടപ്പെട്ടു പോയ വീര്യം, നഷ്ടപ്പെട്ടു പോയ വാത്സല്യം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ തിരിച്ചു തരണമേ. ആത്മാവ് നഷ്ടപ്പെട്ട കുടുംബമാണെങ്കിൽ നീ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സമയമാ. കർത്താവ് നിന്റെ കുടുംബത്തെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ഏത് മേഖലകളാണോ ആ മേഖലയെ കർത്താവ് ശാസിക്കും, ബന്ധിക്കും, നിർവീര്യമാക്കും. മക്കളെ, ഒരുപക്ഷെ അധ്വാനത്തിന് വെടിയിൽ അമർന്നിരിക്കുന്ന കുടുംബം ഒരുപാട് നാളുകളായി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്നു, പരീക്ഷ വിജയിക്കാൻ പറ്റാത്ത അവസ്ഥ, വിസ തടസ്സങ്ങളുമായി പോകുന്ന അവസ്ഥ, മദ്യപാനത്തിന് ദുരാത്മാവ് കുടുംബങ്ങളെ വലയം ചെയ്തിരിക്കുന്ന അവസ്ഥ, മക്കളുടെ ജീവിതങ്ങൾ ഒരു ഗതിയുമില്ലാത്ത അവസ്ഥ, സമാധാനമില്ലാത്ത കുടുംബം. ഇതുപോലെ കുടുംബങ്ങളെ ബന്ധിച്ച് കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ ബന്ധനക്കെട്ടുകളും വിടുതൽ ലഭിക്കുവാൻ ഈശോ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സമയമാ. കർത്താവിന്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് ഈ സമയം തന്നെ അവിടെ കടന്നു വരും. രണ്ട് കരങ്ങളെ തുറന്നു പിടിച്ച് വിശ്വാസപൂർവ്വം സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, ഇതാ ഞാൻ വാതിലെ മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും.
ജീവിതത്തെയും ഇന്നോളം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും യേശു നാമത്തിന്റെ ശക്തിയിൽ വിട്ടുപോകുവാൻ വേണ്ടി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് സ്തുതികടെ സ്തുതികടെ സ്തുതികടെ. ഒന്നാം പ്രമാണ ലംഘനത്തിലൂടെ ഈ മക്കൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന, കുടുംബത്തിലേക്ക് കടന്നു വന്ന പാപശാപ ബന്ധനങ്ങളെ, കുരുക്കുകളെ ഈ സമയം തന്നെ വിട്ടുപോകുവാൻ വേണ്ടി യേശു നാമത്തിൽ കൽപ്പിക്കുന്ന ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച്. എപ്പോഴെങ്കിലും സത്യ ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിൽ ആരെങ്കിലും അന്യ ദൈവാരാധന നടത്തിയോ, മന്ത്രപരമായ കാര്യങ്ങൾ ചെയ്യുകയോ, എന്റെ ഭവനത്തിന് ചുറ്റുമായോ ശരീരത്തിൽ ധരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ സൗഖ്യത്തിനായി, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, ശത്രു സംഹാരത്തിന് വേണ്ടി ഒന്നാം പ്രമാണ ലംഘനങ്ങളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, യേശുവിന്റെ നാമത്തിന് ശക്തിയാൽ വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു. ശക്തമായി സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച്. കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ആരെങ്കിലും ലഹരി പിശാചിന് അടിമപ്പെട്ടിരിക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ, ജീവിതങ്ങളുണ്ടെങ്കിൽ, ഈ സമയം ദിവ്യ കാരുണ്യത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. മദ്യപാനം, പുകവലി, ഹാൻസ്, മുറുക്ക്, പാൻപരാഗ്, മയക്കുമരുന്ന് എന്നിവരുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അശുദ്ധമാക്കിയിരിക്കുന്ന അവസ്ഥ, പിശാചിന് അടിമപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ, എത്രയോ കുടുംബങ്ങളാ തീരാത്ത കണ്ണീരായി ഈ സമയം ഈ ആരാധനയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന. ഈ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ ലഭിക്കുവാൻ വേണ്ടി ഈ സമയം യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. യേശു നാമത്തിന്റെ ശക്തിയാൽ ലഹരി പിശാചിന്റെ അടിമത്തത്തിലായിരിക്കുന്ന വ്യക്തികളെ മോചിപ്പിക്കുവാൻ വേണ്ടി കർത്താവേ ഈ കുടുംബത്തിന്റെ മേൽ കരം നീട്ടണമേ. ഈ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന ലഹരി പിശാചുകൾ യേശുവിന്റെ നാമത്തിന് ശക്തിയാൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാകട്ടെ. എല്ലാ കുടുംബങ്ങളും യേശുവേ എന്ന് വിളിച്ചു വിളിച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ വിടുതൽ കുടുംബങ്ങളെ സംഭവിക്കുന്നു. ശക്തമായി സ്തുതിച്ച് ആറാം പ്രമാണ ലംഘനത്തിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സകല തിന്മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വ്യഭിചാര ദുർബോധം വലയം ചെയ്തിരിക്കുന്ന ജീവിതങ്ങൾ, സ്വയംഭോഗം, സ്വവർഗഭോഗം, കുഞ്ഞുങ്ങളെ ദുരുപയോഗിക്കാൻ, തെറ്റായ പ്രേമബന്ധങ്ങൾ, അശ്ലീല സിനിമകൾ, അശ്ലീല പുസ്തകങ്ങൾ, അശ്ലീല സംഭാഷകർ, TV, സിനിമ, അതുപോലെ സോഷ്യൽ മീഡിയ, ഇതിലൂടെയൊക്കെ തിന്മകൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ, കണ്ണിലൂടെ, കാതിലൂടെ, നാവിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ തിന്മയുടെ ദുരാത്മാക്കളെ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, ദിവ്യ കാരുണ്യത്തിന്റെ ശക്തിയാൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, നിർവീര്യമാകട്ടെ. ശക്തമായി സ്തുതിച്ച് യേശുവേ എന്ന് വിളിച്ചു. കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, കുടുംബങ്ങളിൽ വിടുതൽ സംഭവിക്കുന്നു. കർത്താവേ, കാനായിലെ കുടുംബത്തിനെ പോലെ ലഹരി നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾ നിന്നെ തിരുമുമ്പിൽ ഇതാ കരമുയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിത പങ്കാളിയോട് ക്ഷമിക്കാനുള്ളവർ, മക്കളോട് മാതാപിതാക്കളോട് ക്ഷമിക്കാനുള്ളവർ, വെറുപ്പിന്റെ വിദ്വേഷന്റെ പേരുകൾ, സഹോദരങ്ങളെ വെറുക്കുന്നവർ, കർത്താവേ, ഈ വെറുപ്പിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുന്നു. പിന്നെ ദുരാത്മാവ്, വെറുപ്പിന്റെ ദുരാത്മാവ്, പകയുടെ ദുരാത്മാവ് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാ വിട്ടുപോകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി 7 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ചോ മക്കളെ, വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, കുടുംബത്തിന്റെ പൂർവി ഞങ്ങൾക്ക് മുമ്പേ മരണമടഞ്ഞവർ, ഗൗരവമായ പാപം ചെയ്ത് ഞങ്ങൾക്ക് മുമ്പേ മരിച്ചു പോയിരിക്കുന്നവർ, അവർ ചെയ്ത പാപത്തിന്റെ പരിണത ഫലങ്ങൾ തലമുറകളിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ ദുരന്തങ്ങൾ ഇന്ന് ഏതെങ്കിലും കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഒരു വിടുതലും വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭ്രൂണഹത്യകൾ നടന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ രക്തത്തുള്ളി, കുഞ്ഞുങ്ങളുടെ രക്തം ഇറ്റിട്ട് വീണിട്ടുണ്ടെങ്കിൽ, സ്വയംഭോഗം, സ്വവർഗഭോഗം, വ്യഭിചാരം തുടങ്ങിയ ഗൗരവമായ പാപങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, കൊലപാതകം, ആത്മഹത്യ, സമർപ്പിതരുടെ കണ്ണുനീർ
സമർപ്പിതരുടെ കണ്ണുനീർ വചനം പ്രഘോഷകർക്ക് എതിരായി ഞങ്ങൾ കരമുയർത്തിയിട്ടുണ്ട്. ഈ സമയം ഈ പാപങ്ങളുടെ അനന്തര ഫലമാണ് ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെ ബന്ധിച്ച് കെട്ടിയുണ്ടെങ്കിൽ ഈ സമയം യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, യേശുവിന്റെ തിരുരക്തത്തിന്റെ യോഗ്യതയാ, യേശുവിന്റെ പീഡാസനത്തിന്റെ കുരിശുവിനത്തിന്റെ യോഗ്യതയാ, പരിശുദ്ധാമ്മയുടെ വിമൃഹൃദയത്തിന്റെ മാധ്യസ്ഥ ശക്തിയാ, വിശുദ്ധ പത്രോസിന്റെ വിശുദ്ധ പൗലോസ് സാന്നിധ്യത്താലും സഹായത്താലും സകല മാലാഖമാരുടെയും പ്രത്യേകമായ വിശുദ്ധ റഫായേലിന്റെ വിശുദ്ധ മിഖായേലിന്റെ സാന്നിധ്യത്താലും സഹായത്താലും ഈ മക്കളെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ ബന്ധിച്ച് കെട്ടിയിരിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെ നിത്യതരാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഈ മക്കൾക്ക് സമ്പൂർണ്ണമായി വിടുതൽ നൽകുന്നു.